ഹലോ നമസ്കാരം, ഞാൻ തോമസ് ജോസഫ്. സ്റ്റോറി ഇൻ 24 ഫ്രെയിംസിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിനൊരു പ്രത്യേകതയുണ്ട്. ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഓപ്പൺ എയറിൽ വെച്ചാണ് ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾക്കറിയാം, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വില്ലൻ അതിൻ്റെ 3 വ്യത്യസ്തങ്ങളായ രീതികളെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചത്. അതായത് ഫസ്റ്റ് നമ്മളെ എപ്പിസോഡിൽ നമ്മളതിനകത്ത് മിറർ വില്ലൻ എന്താണെന്ന് കാണിച്ചു. രണ്ടാമത്തിനകത്ത് നമ്മൾ ലൂമിങ് ത്രെട്ട് എന്താണെന്ന് കാണിച്ചു. ഇപ്പോൾ നമുക്ക് ബാലൻസ് ആയിട്ട് കിടക്കുന്ന ഒരു വില്ലൻ ടൈപ്പ് എന്ന് പറയുന്നത് വില്ലൻ പ്രൊട്ടാഗണിസ്റ്റ് എന്ന് പറയുന്ന ഒന്നാണ്. ഈ വില്ലൻ പ്രൊട്ടാഗണിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും ഹീറോ തന്നെ വില്ലനായി വരും. അതായത് പ്രൊട്ടാഗണിസ്റ്റ് ഹിംസെൽഫ് ബിക്കം ദ വില്ലൻ. അങ്ങനത്തെ രീതിക്കാണ് നമ്മൾ വില്ലൻ പ്രൊട്ടാഗണിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ വില്ലൻ പ്രൊട്ടാഗണിസ്റ്റ് എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇതിന് ഈ കഥാപാത്രത്തെ നിങ്ങൾ നിർമ്മിക്കുന്ന സമയത്ത്, അപ്പോൾ എഴുതുകയാണ് അല്ലെങ്കിൽ ഫിലിം എന്താണ് ആവശ്യത്തിനാണെങ്കിലും, ഇതിന് 3 പ്രധാനമായ ഘടകങ്ങളുണ്ടാകണം. എലമെൻറ്റ്സ്, 3 എലമെൻറ്റ്സ് ആർ എസെൻഷ്യൽ ഫോർ മേക്കിംഗ് എ വില്ലൻ പ്രൊട്ടാഗണിസ്റ്റ്. അതിൽ പ്രധാനമായ ഒന്ന് പറയുന്നത് ലക്ഷ്യമുണ്ടാവണം. വില്ലൻ അല്ലെങ്കിൽ ഈ പ്രൊട്ടാഗണിസ്റ്റിന് ഒരു ലക്ഷ്യമുണ്ടാവണം. രണ്ടാമെന്ന് പറഞ്ഞാൽ ഒരു എതിരാളി, ഒരു ഒരു സിമെട്രിക്കലായ ഒരു ഒപ്പോണൻറ്റ് എപ്പോഴും ഉണ്ടാവണം. മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നതാണ് ഈ വില്ലൻ പ്രൊട്ടാഗണിസ്റ്റിന് ഒരു ആന്തരിക പരിവർത്തനം. അതായത് ഈ കഥയുടെ ഒടുവിലെത്തുമ്പോഴേക്കും അയാൾക്കൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചിരിക്കണം. ഒരു ഇൻറ്റേർണൽ ട്രാവൽ, ആന്തരികമായ ഒരു യാത്ര, അത് നടന്നിരിക്കണം അയാളിൽ. അതാണ് ഈ 3 ഘടകങ്ങളാണ് പ്രധാനമായും നമ്മളൊരു വില്ലൻ പ്രൊട്ടാഗണിസ്റ്റിനെ നമ്മളൊരു കഥയിൽ നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നിങ്ങൾക്കറിയാം, വില്ലൻ എന്ന കഥാപാത്രം സ്വാഭാവികമായും എന്താണ്, അയാൾക്ക് കഥയിലുടനീളം ധാരാളം സാഹചര്യങ്ങൾ കൊടുക്കും നന്നാകാൻ. അതായത് സത്യത്തിൻ്റെ കൂടുതൽ നിൽക്കാൻ, അല്ലെങ്കിൽ സമൂഹം ആവശ്യപ്പെടുന്നതിനൊപ്പം നിന്ന് നല്ലവനാകാനുള്ള അവസരങ്ങൾ ധാരാളം നമ്മൾ ഈ കഥയിൽ സൃഷ്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ നമുക്കറിയാം, അയാൾ അതിനെല്ലാം തിരസ്കരിക്കുകയാണ്. അതെല്ലാം തിരസ്കരിച്ച് ഒടുവിൽ ആത്യന്തികമായ ഒരു പതനത്തിലേക്ക് വരികയാണ്. അതങ്ങനെ ഒരു മരണത്തിലേക്കോ അല്ലെങ്കിൽ ഒരു ഭ്രാന്തമായ അവസ്ഥയിലേക്കോ ആ കഥ എത്തിച്ചേരുമ്പോഴാണ് ആ കഥ പൂർണ്ണമായും ഒരു വില്ലൻ പ്രൊട്ടാഗണിസ്റ്റ് നിയന്ത്രിത കഥയായി മാറുന്നതെന്ന് കാണാം. അതേപോലെ തന്നെ നമ്മൾ പ്രധാനമായും മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ വില്ലൻ പ്രൊട്ടാഗണിസ്റ്റ് എന്ന കഥാപാത്രത്തെ നമ്മൾ സൃഷ്ടിക്കുമ്പോൾ അയാളിൽ സഹാനുഭൂതിയും വില്ലത്തരവും, അതായത് ആ ബ്രൂട്ടൽ കൾച്ചറും അതുപോലെ ഒരു വളരെ ടൈമായിട്ടുള്ള സ്നേഹാനുഭൂതിയോടുകൂടിയുള്ള ഒരു സ്വഭാവവും മിക്സ് ചെയ്ത് വേണം നമ്മൾ എഴുതാൻ. കാരണം ഇത് രണ്ടും കൂടെ ബാലൻസ് ചെയ്ത് വേണം പോകാൻ. ഈ 2 എലമെൻറ്റ്സും, അതായത് സഹാനുഭൂതിയുള്ള ഒരു വ്യക്തിത്വമാണെന്നും അതേപോലെ തന്നെ അതീവ ക്രൂവൽറ്റിയുള്ള വില്ലനായ ഒരു കഥാപാത്രവുമായിട്ട് വേണം, രണ്ടും കൂടെ ബാലൻസ് ചെയ്തിട്ട് വേണം ഈ വില്ലൻ കഥാപാത്രത്തെ നമ്മൾ കഥയിൽ ഉൾപ്പെടുത്തി എഴുതുവാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നിങ്ങൾക്കറിയാം, സാധാരണ വില്ലൻ എന്ന് പറഞ്ഞാൽ അയാളിൽ ഒരിക്കലും ഒരു നന്മ ഉണ്ടാവില്ല. എപ്പോഴും ചീത്ത മാത്രം, വൃത്തികേടുകൾ മാത്രം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ വില്ലൻ. പക്ഷേ ഇവിടെ കഥയിൽ പ്രൊട്ടാഗണിസ്റ്റ് കൂടിയാണ് അയാൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആണ് അതിൻ്റെ പ്രാധാന്യം ഉണ്ടാകുന്നത്. ഇത് ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ, നമ്മൾ എത്ര സംസാരിച്ചാലും അത് മനസ്സിലാകണമെന്നില്ല, പക്ഷേ അത് വ്യക്തമാക്കി തരുമ്പോൾ നമുക്ക് മലയാള സിനിമയെ തന്നെ നമുക്ക് നോക്കാം. ഏത് സിനിമയിലാണ് ഈ വില്ലൻ പ്രൊട്ടാഗണിസ്റ്റ് എന്ന കൺസെപ്റ്റ് ഉപയോഗിച്ചൊരു കഥ എഴുതി വന്നിരിക്കുന്നു നോക്കാം. അത് പുഴു എന്ന മലയാള സിനിമ നിങ്ങൾക്കറിയാം. അതിൽ ഏകദേശം അതേ രീതിയുടെ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് കാണാൻ സാധിക്കും. അതിലെ കുട്ടൻ എന്ന കഥാപാത്രം ഒരു പോലീസുകാരനാണ്, ഒരു പോലീസ് ഓഫീസറാണ്. അയാൾ സവർണ്ണ മേധാവിത്വത്തിൻ്റെ ഉയർന്ന ഒരു സിമ്പലായിട്ടാണ് അതിനെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇയാൾ ഈ സവർണ്ണ മേധാവിത്വം എപ്പോഴും അയാളുടെ സംസാരത്തിലും അയാളുടെ ജീവിതശൈലിയിലും മറ്റുള്ളവരുമായുള്ള ഇടപെടലുകളിലുമെല്ലാം അത് പ്രകടമാക്കുന്നുണ്ട്. ഈ സംസ്കാരത്തെ നിലനിർത്തുവാൻ വേണ്ടി അയാൾ കാണിക്കുന്ന വൃത്തികെട്ട ശൈലികൾ, അതാണ് സിനിമയുടെ ശരിക്കും ഇതിവൃത്തമായി പോയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്ന കഥാപാത്രത്തിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഇയാളിൽ ഒരു സഹാനുഭൂതി എന്ന വികാരം, അതായത് ഒരു സ്നേഹത്തിൻ്റെതായ വികാരം അയാളുടെ കുടുംബത്തിനെ അയാൾ കാണിക്കുന്നുണ്ട്. മകനോടൊത്തുള്ള അയാളുടെ ചില നിമിഷങ്ങൾ നമുക്ക് സിനിമയിൽ കാണാൻ സാധിക്കും. വളരെ നല്ല ഒരു കുടുംബനാഥനായി പോകുന്നത്, അതുപോലെ അമ്മയോട് കാണിക്കുന്ന അടുപ്പം, ഇതൊക്കെ നമുക്ക് വളരെയധികം മനസ്സിലാവും. സാർ, ആ ഗ്രൗണ്ടൊന്ന് റെസ്റ്റ് ചെയ്യും. നമുക്കുള്ളത് നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യണം. നല്ലതാണ്. അപ്പോഴാണ് നല്ല ഹ്യൂമൻ ബീയിങ്സ് ആവുന്നത്. പക്ഷെ അവർ തരുന്നത് നമ്മൾ മേടിക്കണമെന്നില്ല. കിച്ചുവിന് അതിൻ്റെ ആവശ്യമില്ലല്ലോ.
500 times. ഇതേപോലെ തന്നെ നിങ്ങൾ അയാളുടെ മറ്റൊരു സിമെട്രിക്കലായിട്ടുള്ള അയാളുടെ മറ്റൊരു സ്വഭാവമാണ് നമ്മൾ ഈ കാണുന്നത്. അയാളുടെ സ്വന്തം പെങ്ങൾ മറ്റൊരു താഴ്ന്ന ജാതിക്കാരനോട് പോകുമ്പോൾ ഒന്നും അയാൾക്കത് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവർ വളരെ അകന്ന് നിൽക്കുന്നു. എന്നാൽ പിന്നീട് ഒരവസരത്തിൽ അയാളുടെ ഫ്ലാറ്റിൽ തന്നെ അയാൾ വന്ന് താമസിക്കുമ്പോൾ പിന്നീട് അയാൾക്കുണ്ടാകുന്ന അസ്വസ്ഥതകൾ നമ്മൾ വളരെ കാണുന്നതാണ്. നമ്മുടെ കൂട്ടർക്കല്ലാതെ പുറത്തുനിന്ന് ആർക്കും കൊടുക്കില്ല എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാനിവിടെ ഫ്ലാറ്റ് എടുത്തത്. അതെ, അതങ്ങനെ തന്നെയാണല്ലോ. പിന്നെ ഈ താഴെ സാധനങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് മോനേട്ടൻ അറിഞ്ഞിട്ടല്ലേ? അത് അവളാ. ഈ അമ്മയുമായിട്ട് ഒന്ന് കാണാനായിട്ട് മകൾക്ക് ഉള്ള അയാൾ ഒരുക്കി കൊടുക്കുന്ന ആ സാഹചര്യമൊക്കെ എത്ര സത്യം പറഞ്ഞാൽ ഒരു ഭയങ്കര ഭീകരമായ സവർണ്ണ മേധാവിത്വത്തിൻ്റെ ഏറ്റവും ഉത്തുംഗ ശൃംഗത്തിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് വളരെ കുറച്ചു നേരം സമയം കൊടുക്കുന്നു. പിന്നീട് ആ അമ്മയ്ക്ക് തുറന്ന് പറയാനോ മകൾക്കും രണ്ടു പേർക്കും തമ്മിൽ സംസാരിക്കാൻ പോലുമുള്ള അവസരം കൊടുക്കാതെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നു ഒക്കെ കാണാം നമുക്ക്. നമ്മൾ എന്തൊക്കെ ക്ഷമിച്ചു, അവളോ അവൻ്റെ കുഞ്ഞിനെ പറയാൻ പോകും. ഇനി വയ്യ. ഞാൻ ഒരുപാട് ആലോചിച്ചു. നമുക്ക് ആളുകളുടെ മുഖത്ത് നോക്കി നടക്കണ്ട അമ്മേ. അവളെ നമ്മളെ കൊണ്ട് ചെയ്യിക്കാം. അമ്മ കിടന്നോളൂ, കിടന്നു. അമ്മയ്ക്ക് ഇപ്പോഴും ദേഷ്യം മാറിയിട്ടില്ല. നമുക്കിനി ആയിരിക്കും. മിച്ചം വെച്ച കൊച്ചിന്റെ കാര്യം വരെ നോക്കുന്നേ, ചതിക്കരുത്. നീ എന്നാ ഷൂട്ട് ചെയ്തു? അതിന് 6 വർഷം നീ ജോലി കൊടുക്കും. അത് ഉറപ്പ് തോന്നുന്നു. അടുത്ത ആഴ്ച ഇവിടെ കല്യാണം. നിനക്കൊക്കെ ഇത്ര പ്രായം, വല്ല കക്കൂസും കഴുകി ജീവിക്കണം. പേടിയാവുന്നമ്മേ. എനിക്ക് അച്ഛനെ ഇഷ്ടല്ല. ഞാൻ സ്കൂളിൽ പോയ നേരത്തെ അവളെ ഇവിടെ വന്നു അല്ലേ? ആ നാടകക്കാരൻ എന്റെ മുറി കയറിയോ? ഇല്ല, അവർ സത്യമായിട്ട് ഇവിടെ വന്നില്ല. സത്യം പറ. ആ കഥാപാത്രത്തെ കൂടുതൽ വില്ലേനിസത്തിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ട് വരുന്ന ഒരു നിമിഷങ്ങളാണ്. ഒടുവിൽ ഇവൾക്ക് ആ താഴ്ന്ന ജാതിക്കാരനൊരു കുട്ടി ഉണ്ടാകാൻ പോകുന്നു എന്നറിഞ്ഞപ്പോഴത്തേക്കും അയാളുടെ ആ സവർണ്ണ മേധാവിത്വത്തിൻ്റെ ചിന്താഗതി അതിൻ്റെ ഏറ്റവും മൃഗീയവും നികൃഷ്ടവുമായ ലെവലിലേക്ക് മാറുന്നതായി നമുക്ക് കാണാം. അങ്ങനെ അവരെ രണ്ടാളെയും കൊന്നുകളയുന്നു. അങ്ങനെ ഒടുവിൽ ആ കഥാപാത്രം തന്നെ, ഈ കുട്ടൻ എന്ന കഥാപാത്രത്തിൻ്റെ ആത്യന്തികമായ പതനത്തിലേക്ക് വീഴുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എനിക്ക് ഒരു പെങ്കൊച്ച് വേണമെന്ന. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതൊരു ഫോൾ ആർക്ക് കാറ്റഗറിയിൽ വരുന്നതാണ് കഥാപാത്രത്തിൽ. ഫോൾ ആർക്ക് എന്താണെന്ന് ഞാൻ നിങ്ങളോട് ഇതിന് മുമ്പത്തെ നമ്മുടെ എപ്പിസോഡിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതായത് ക്യാരക്ടർ ആർക്ക് എന്താണെന്ന് വിശദീകരിച്ചിരിക്കുന്ന ഒരു എപ്പിസോഡുണ്ട്. ആ എപ്പിസോഡിൻ്റെ ലിങ്ക് ഞാൻ ഇൻബോക്സിൽ ഇട്ടേക്കാം. ഇങ്ങനെ ആരെങ്കിലും അത് കാണാതുണ്ടെങ്കിൽ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ഫോൾ ആർക്ക് ഏത് വിഭാഗത്തിൽ വരുന്നതാണെന്നും അതെന്താണെന്നും ഉള്ളതിനെപ്പറ്റി അതിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കഥാപാത്രം, കുട്ടൻ എന്ന കഥാപാത്രം ഫോൾ ആർക്ക് കാറ്റഗറിയിൽ വരുന്നതാണ്. നമുക്ക് ഈ ഹോളിവുഡ് ചിത്രങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഹോളിവുഡിൽ ധാരാളം സിനിമകൾ ഇതിന് ആനുപാതികമായി പിടിച്ചിട്ടുണ്ട്. ഇതനുസരിച്ചിട്ട് ധാരാളം സിനിമകളുണ്ട്. നമ്മുടെ മലയാളത്തിനെ പോലെയല്ല. അതിൽ ഒരു നല്ല ഉദാഹരണമായാണ് ഈ ദെയർ വിൽ ബി ബ്ലഡ് എന്ന് പറഞ്ഞിട്ടൊരു മൂവിയാണ്. അത് ശരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കാണണം. സിനിമ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ആ സിനിമ കാണേണ്ടതാണ്. കാരണം അത്രമാത്രം നല്ല വില്ലൻ പ്രൊട്ടാഗണിസ്റ്റിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ആ സിനിമയുടെ ഓരോ ഭാഗങ്ങളെടുത്ത് വിശദമായി പരിശോധിക്കാം. അപ്പോൾ നമുക്ക് ഓരോന്നും മനസ്സിലാവും എന്താണ് വില്ലൻ പ്രൊട്ടാഗണിസ്റ്റിൻ്റെ യഥാർത്ഥ രീതി എന്നുള്ളത് കൃത്യമായി നമുക്കതിൽ വ്യക്തമാവുന്നതാണ്.
പോൾ തോമസ് ആൻഡേഴ്സൺ എന്ന സംവിധായകൻ രചനയും സംവിധാനവും നിർവഹിച്ച ദെയർ വിൽ ബി ബ്ലഡ് എന്ന സിനിമയിൽ ഡാനിയൽ പ്ലെയിൻ വ്യൂ എന്ന് പറഞ്ഞ കഥാപാത്രമാണ് ഇവിടെ നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെയുള്ള വില്ലൻ പ്രൊട്ടാഗണിസ്റ്റ് ആയി വരുന്നത്. ഈ വില്ലൻ പ്രൊട്ടാഗണിസ്റ്റിന് ഒരു ബാലൻസ് ഉണ്ടാവണം, അതായത് സിമ്പതിയും വില്ലേനിയും. അത് നമുക്ക് ഈ ചിത്രത്തിൽ വളരെ വ്യക്തമായി മനസ്സിലാകുന്നതാണ്. ഈ വില്ലൻ പ്രൊട്ടാഗണിസ്റ്റ് എപ്പോഴും ഓഡിയൻസിൻ്റെ ഹൃദയത്തിൽ കയറിയിരിക്കാൻ തക്ക വശ്യമായ ചില സ്വഭാവവിശേഷങ്ങൾ കാണിക്കേണ്ടതായിട്ടുണ്ട്. അത് നമുക്ക് ഈ ചിത്രത്തിൽ വ്യക്തമായി കാണാവുന്നതാണ്. നിങ്ങളിൽ എത്തുവാനുള്ള ആ അമിത ത്വര ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പതനത്തിലേക്ക് നയിക്കുന്നതായിട്ട് അതാണ് ഈ ചിത്രത്തിൻ്റെ ഇതിവൃത്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പെട്രോളിയം റിഗിലുണ്ടാകുന്ന ഒരു അപകടത്തെ തുടർന്ന് ദത്തെടുത്ത മകൻ്റെ കേൾവിശക്തി നഷ്ടപ്പെടുകയും അതുമൂലം അവനെ കൊണ്ട് ഈ പറഞ്ഞ കേൾവിശക്തി ഇല്ലാത്ത കുട്ടികളെ പഠിക്കുന്ന സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് അവിടെ ഉപേക്ഷിച്ച് കളയുന്നതായിട്ടാണ് കാണുന്നത്. അത് പിന്നീട് ഡാനിയൽ അവൻ്റെ ഒരു വളരെ കാലമായി നഷ്ടപ്പെട്ട ഒരു സഹോദരനെ കാണും. അയാളെ കണ്ടതിന് ശേഷം അയാളൊരു ചതിയനാണെന്ന് തിരിച്ചറിയുമ്പോൾ അങ്ങനെ അവനൊരു കൊലപാതകയായി മാറുകയാണ്. ധനവാനായി ഒറ്റയ്ക്ക് വാഴുന്ന ഡാനിയൽ അയാളുടെ മകൻ വരുന്നു. അവിടെ പൂർണ്ണമായും ആ പ്രൊട്ടാഗണിസ്റ്റ് വില്ലൻ അവൻ്റെ പതനം പൂർത്തിയാകുകയാണ്. അപ്പം വില്ലൻ പ്രൊട്ടാഗണിസ്റ്റ് എന്താണെന്ന് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുകയാണ്. എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സംശയങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയൊക്കെ കൂടുതലായി അറിയാമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും എൻ്റെ ഇൻബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്താൽ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാനും അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാനും സാധിക്കും. ഇനി അതുപോലെ ഇനി മറ്റ് ടൈപ്പിലുള്ള വില്ലനുകൾ ഉണ്ടാക്കാൻ നിങ്ങൾക്കറിയാമെങ്കിൽ അതിലൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. അങ്ങനെയുള്ളതിനെപ്പറ്റി സജസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പഠിച്ചിട്ട് അതിന് വേണമെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അത് നോക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സഹകരണം ഞാൻ എപ്പോഴും പ്രതീക്ഷിക്കുകയാണ്. ഒരിക്കൽ കൂടി നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്, നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, കൂടുതൽ ഷെയർ ചെയ്യണം. വീഡിയോകൾ സിനിമയെപ്പറ്റി പഠിക്കുക എന്നുള്ളത് കൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ സിനിമ ആസ്വദിക്കാം എന്നുള്ളതാണ്. നമ്മൾ സാധാരണ കണ്ട് ആസ്വദിക്കുന്നതിനേക്കാൾ സിനിമയെപ്പറ്റി നന്നായി അറിഞ്ഞ് ആസ്വദിച്ചാൽ അതിൻ്റെ മാധുര്യമേറും, അതിൻ്റെ ആ ഒരു ക്വാളിറ്റി കൂടുമെന്നുള്ളതാണ്. അപ്പം അങ്ങനെ ആ സിനിമ ആസ്വാദകരിലേക്കും ഇത് കൂടുതൽ എത്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ സിനിമയെപ്പറ്റിയുള്ള പൊതുവെയുള്ള ഒരു ധാരണ തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. കുറച്ചുകൂടെ ക്ലാസ് ടൈപ്പിലേക്ക് ആൾക്കാരെ, സിനിമാ പ്രേമികളെ കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ സ്റ്റോറി 24 ഫ്രെയിംസിന് ഇതുവരെയും നിങ്ങൾ നൽകിയ എല്ലാ സപ്പോർട്ടിനും ഞാൻ നന്ദി പറയുന്നു. ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും തുടർന്നും സഹകരണവും സപ്പോർട്ടും ഉണ്ടാവണം. ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, കൂടുതൽ ആൾക്കാരിലേക്ക് എത്തട്ടെ. അങ്ങനെ കൂടുതൽ സിനിമാ ആസ്വാദനം കൂടുതൽ മനോഹരമാവട്ടെ, അതിന് ക്വാളിറ്റി ഉണ്ടാവട്ടെ, മേന്മയുള്ള രീതിയിൽ അവർ സിനിമ വെറുതെ കണ്ടിറങ്ങി പോകുന്നതിനേക്കാൾ ഉപരി അത് കൂടുതൽ ഹൃദ്യമായ രീതിയിൽ ആസ്വദിക്കാനായിട്ട് ഇതിനെപ്പറ്റി നമുക്ക് അറിയാമെങ്കിൽ സാധിക്കുമെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ സാധാരണക്കാരിലേക്കും കഴിവതും ഇതിൻ്റെ ഗുണം എത്തിക്കുക. താങ്ക് യു ഓൾ. ടിൽ ദെൻ, താങ്ക് യു.